സ്വന്തം മകളെ അങ്കണവാടിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി അമ്മ ചാലക്കുടി പുഴയിൽ എറിഞ്ഞ വാർത്ത കേട്ട ഞെട്ടലിലാണ് കേരളം. ലോകത്തെ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതിയ അമ്മയുടെ തന്നെ കൈകളാണ് ആ പിഞ്ചോമനിയുടെ ജീവൻ എടുത്തത്. കുഞ്ഞിനെ കാണാതായതുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ പരസ്പര വിരുദ്ധമായ മൊഴികളാണ് ആ അമ്മ നൽകിയിരുന്നത്. ഒടുവിൽ പുഴയിൽ എറിഞ്ഞ് കളഞ്ഞുവെന്ന് പറഞ്ഞതും അവർ തന്നെയാണ്. കൊടുംക്രൂരതയുടെ കാരണം എന്തെന്ന് സന്ധ്യ ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല. മകളെ താൻ തന്നെ പുഴയിലെറിഞ്ഞു കൊന്നു എന്നാണ് സന്ധ്യ പോലീസിന് നൽകിയ മൊഴി. എന്തിനു കൊന്നു എന്ന ചോദ്യത്തിന് ഞാൻ കൊന്നു എന്ന് മാത്രം ഭാവഭേദമില്ലാതെ മറുപടി നൽകി. കൂടുതൽ ചോദ്യങ്ങൾക്കൊന്നും സന്ധ്യ കൃത്യമായ മറുപടി നൽകിയിട്ടില്ല. 4 വയസ്സുകാരി മകൾ കല്യാണിയെ പുഴയിലെറിഞ്ഞു കൊന്നതിന്റെ കുറ്റബോധമോ സങ്കടമോ അവർക്കില്ലെന്ന് പോലീസ് പറയുന്നു. കഴിഞ്ഞ ദിവസം രാത്രി പോലീസ് വാങ്ങി നൽകിയ ഭക്ഷണം കഴിച്ച ശേഷം സന്ധ്യ സുഖമായി പോലീസ് സ്റ്റേഷനിൽ കിടന്നുറങ്ങുകയും ചെയ്തു. സന്ധ്യയുടെ മാനസിക നില പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. മുൻപും സന്ധ്യ മകൾ കല്യാണിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് വീട്ടുകാരുടെ മൊഴി. ഒരിക്കൽ കുട്ടിക്ക് ഐസ്ക്രീമിൽ വിഷം കലർത്തി നൽകിയിരുന്നു. അന്ന് ഇത് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ അവർ കുഞ്ഞിനോട് ഐസ്ക്രീം കഴിക്കരുത് എന്ന് പറഞ്ഞു. മറ്റൊരു ദിവസം ടോർച്ചുകൊണ്ട് യുവതി കല്യാണിയെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നും ബന്ധുക്കൾ പറയുന്നുണ്ട്. എന്നാൽ കുടുംബ പ്രശ്നമായി കണ്ട് 2 സംഭവങ്ങളും അധികമാരും അറിയാതെ അവസാനിപ്പിച്ചുവെന്നാണ് കുടുംബം പുത്തൻകുരിശ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. സന്ധ്യയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഉള്ളതായി അയൽവാസികളും സ്ഥിരീകരിക്കുന്നുണ്ട്. കുട്ടിയെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യാൻ പോകുകയാണ് എന്ന് സന്ധ്യ തന്നോട് പറഞ്ഞതായി ഒരു ബന്ധു മൊഴി നൽകിയിട്ടുള്ളതായാണ് വിവരം. കുട്ടിയുടെ അച്ഛനും അമ്മയും തമ്മിൽ നിരന്തരം കലഹം ഉണ്ടാകാറുള്ളതായി അയൽവാസികളും പറയുന്നുണ്ട്. വഴക്കിന് ശേഷം 2 മാസത്തോളം യുവതി സ്വന്തം വീട്ടിൽ പോയി നിന്നു. മാനസിക പ്രശ്നത്തിന്റെ ചില ലക്ഷണങ്ങളും ഇവർ കാണിച്ചതായും അയൽക്കാർ പറയുന്നുണ്ട്. എന്നാൽ സന്ധ്യയ്ക്ക് യാതൊരു മാനസിക പ്രശ്നവും ഇല്ല എന്നാണ് ഭർത്താവ് സുഭാഷ് പറയുന്നത്. സന്ധ്യ മുൻപും കുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നും സുഭാഷ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം മാനസിക പ്രശ്നങ്ങൾ കൊണ്ട് നടത്തിയ കൃത്യമെന്ന് പറയുമ്പോഴും കൃത്യമായ ആസൂത്രണത്തോടെയാണ് സന്ധ്യ ഈ ക്രൂരകൃത്യം ചെയ്തിരിക്കുന്നത്. കുറുമശ്ശേരിയിൽ നിന്നും 3 മണിക്കാണ് അംഗനവാടിയിൽ ഉണ്ടായിരുന്ന കുട്ടിയെ വിളിച്ച് സന്ധ്യ ആലുവയിലുള്ള തന്റെ വീട്ടിലേക്ക് പോകുന്നത്. മൂഴിക്കുളത്ത് വെച്ച് ബസ് ഇറങ്ങി പാലത്തിനടുത്തേക്ക് നടന്ന ശേഷം യുവതി കുഞ്ഞിനെ താഴേക്കെറിയുകയായിരുന്നു. പ്രതികൂല കാലാവസ്ഥയിൽ സാധാരണഗതിയിൽ പ്രോട്ടോകോളുകൾ മറികടന്നായിരുന്നു കല്യാണിക്കായി തെരച്ചിൽ നടത്തിയത്. സംഭവസ്ഥലത്ത് സന്ധ്യയെ എത്തിച്ച് ഇവർ ചൂണ്ടിക്കാണിച്ച ഭാഗത്തായി തിരച്ചിൽ നടത്തുകയായിരുന്നു. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് മൂഴിക്കുളം പാലത്തിനടിയിലെ പുഴയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത്. കോരിച്ചൊരിയുന്ന മഴയിലായിരുന്നു 8.5 മണിക്കൂറോളം നീണ്ട തെരച്ചിൽ എറണാകുളത്ത് നടന്നത്. ഒടുവിൽ പുലർച്ചെ 3 മണിയോടെ മൂഴിക്കുളം പാലത്തിനടിയിൽ നിന്ന് 3 വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. അങ്കണവാടിയിൽ നിന്ന് അമ്മ കൂട്ടിക്കൊണ്ടുപോയ കുഞ്ഞാണ് ചേതനയറ്റ ശരീരമായി പുഴയിൽ കിടന്നത്. ഇന്നത് കേരളത്തിന്റെ ദുഃഖവുമായി.